ഉണരണം, നമ്മൾ ഉണരണം. മുന്നിൽ അവസരം വന്നിരാ, ഞാനെന്ന ഭാവത്തിൽ നാടു ഭരിക്കുന്ന സഞ്ചാരികത്യം തളരണം. കൈവന്നൊരവസരം ആയുധമാക്കി നാം വോട്ടുകൾ കൊണ്ട് പോരാടണം. കൈവന്നൊരവസരം ആയുധമാക്കി നാം വോട്ടുകൾ കൊണ്ട് പോരാടണം. ഉണരണം, നമ്മൾ ഉണരണം, മുന്നിൽ അവസരം വന്നിരാ. നമ്മുടെ KPCC നിങ്ങൾക്കായിട്ട് ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ വാഗ്ദാനങ്ങളാണ് പറയുന്നത്. അതിനകത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ നിത്യേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളാണ്. അതിൽ ഒന്നാമത്തത് തകർന്നു കിടക്കുന്ന റോഡുകൾ. ഇത്രയും 40-50 വർഷമായിട്ട് ഭരിക്കുന്ന ഈ ഒരു പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ, നടന്നു പോകാനോ പോലും കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് അധികാരത്തിലേറെ കഴിഞ്ഞാൽ 100 ദിവസത്തിനുള്ളിൽ ഈ പഞ്ചായത്തിൽ, അതായത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കീഴിലുള്ള പഞ്ചായത്തുകളുടെ എല്ലാ റോഡുകളും 100% ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കും എന്നത് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനമാണ്. അത് പാലിച്ചിരിക്കും. അതുപോലെ തന്നെ പട്ടി കടിച്ചു മരണമണിഞ്ഞ ഒരുപാട് കുഞ്ഞുങ്ങളും മുതിർന്നവരും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി ഇടപെട്ടിട്ട് പോലും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുവാൻ ഇന്നത്തെ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പറയുന്നു, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ തെരുവ് നായ്ക്കൾക്ക് ചട്ടങ്ങൾ ഉണ്ടാക്കി തെരുവ് നായ ശല്യം എന്നേക്കുമായി ഒഴിവാക്കി ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുമെന്നതാണ് നിങ്ങൾ വീടുകളിൽ ചെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അതെങ്കിൽ കേട്ടുകൊണ്ട് വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന കാര്യങ്ങളുണ്ട്. ആ പ്രകടന പത്രികകൾ വ്യക്തമായിട്ട് നിങ്ങൾക്കത് അതൊരു ലഘുലേഖയായി നിങ്ങളുടെ കയ്യിൽ എത്തിക്കും. എന്നാലും നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട, ചൂണ്ടിക്കാണിക്കേണ്ട ഈ രണ്ട് കാര്യങ്ങളെങ്കിലും എന്റെ സഹോദരന്മാരും മറക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പാണ്, നമ്മൾ മുന്നിട്ടിറങ്ങിയേ പറ്റൂ. ഉറങ്ങിയിരിക്കരുത്, ഉണരണം. അതുകൊണ്ട് ഉറങ്ങണ്ട, ഉണർന്നിരിക്കണം. നമ്മൾ ഉണർന്ന് സജീവമായിട്ട് നമ്മുടെ മുന്നിലുള്ള പൊതുജനത്തെ ഉണർത്തി അവരുടെ ആവശ്യങ്ങൾ അവർക്ക് കിട്ടാത്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമെന്ന് അവരോടൊപ്പം ഉണ്ട്. അവരുടെ ഹൃദയത്തിലാണ് നമ്മുടെ സ്ഥാനമെങ്കിൽ നമ്മൾ അവരോടൊപ്പം ഉണ്ടാകും. അവരുടെ ആ ഒരു സ്നേഹം നമുക്ക് വോട്ടായി തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വേണം എന്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി വിജയിച്ചു വരും. ഉറപ്പായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ പിടിക്കും. മയ്യനാട് ഗ്രാമപഞ്ചായത്തില് പുതിയ പ്രസിഡന്റ് UDF ആയിരിക്കും എന്ന ഉറപ്പോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ